നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരള സ്റ്റോറി 2 സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിലും പ്രതിഷേധം. കുന്നംകുളത്തും നാട്ടികയിലും പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കൊല്ലൂരിൽ സിനിമയുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധം. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ യുവാവിനെ ആന ആക്രമിച്ച സംഭവത്തിൽ 2 പാപ്പാന്മാർക്കെതിരെ കേസെടുത്തു. ആനയെ നിയന്ത്രിക്കുന്നതിൽ പാപ്പാന്മാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പോലീസ്. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കും തുടക്കം. വനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരപരിധിയിൽ പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ അനധികൃതമായി സർവീസ് നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി. അനധികൃത സർവീസുകൾ മൂലം തർക്കങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്നതായി പരാതിക്കാർ. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മോഷ്ടാക്കൾക്കായി അന്വേഷണം തുടരുന്നു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റോറി 2 സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കുന്നംകുളത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം. സിനിമ പ്രദർശിപ്പിക്കുന്ന കുന്നംകുളം ഭാവന തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് തിയേറ്ററിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ഷിനോസ് കരിക്കാട് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്, KU സരിത, NS ജിഷ്ണു എന്നിവർ സംസാരിച്ചു. അതിന്റെ ഒരു 2ാം ഭാഗം എന്ന നിലയിൽ നമ്മുടെ നാടിനകത്ത് കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തിനെതിരെ നാട്ടികയിൽ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. നാട്ടിക JK തിയേറ്ററിന് മുന്നിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി അമൽ T പ്രേമൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി AN നിസാർ, എക്സിക്യൂട്ടീവ് അംഗം ജിജേജ്, SFI ഏരിയ സെക്രട്ടറി പ്രകാശ്, ഏരിയ പ്രസിഡന്റ് MS ഹിജാസ് എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റോറി 2 പ്രദർശിപ്പിച്ച ഒല്ലൂർ ഫൺ സിനിമാസിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. പ്രവർത്തകർ സിനിമയുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയമഠം അധ്യക്ഷനായി. TS വിഷ്ണു, മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ തിടമ്പ് കയറ്റുന്നതിനിടെ യുവാവിനെ ആന ആക്രമിച്ച സംഭവത്തിൽ 2 പാപ്പാന്മാർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. ആനയെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിന്റെ പേരിലാണ് 1ാം പാപ്പാനായ അവിട്ടത്തൂർ സ്വദേശി വിപിൻ, 2ാം പാപ്പാൻ അഖിൽ എന്നിവർക്കെതിരെ കേസെടുത്തത്. ആനപ്പുറത്തേക്ക് തിടമ്പ് കയറ്റുന്നതിനിടയിലാണ് എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനെ ആന തുമ്പിക്കൈ കൊണ്ടെടുത്ത് ഉയർത്തി നിലത്തിട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാവിലെ ശീവേലിക്ക് മുൻപായിരുന്നു സംഭവം. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട സമർപ്പണവും 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനവും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ T ഉമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ഫവാസ്, പഞ്ചായത്ത് അംഗം ഷാദിയ അഫ്സൽ, PG വൈൽഡ് ലൈഫ് ഡിവിഷൻ വാർഡൻ MK രഞ്ജിത്ത്, ചിമ്മിനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ KM മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു. MLA ഫണ്ട് ഉപയോഗിച്ച് ടോയ്ലറ്റ് കോംപ്ലക്സ്, കുടിവെള്ള സൌകര്യം, ദിശാ ബോർഡുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി. സഞ്ചാരികൾക്കുള്ള സോളാർ ബോട്ട്, ബഗ്ഗി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വൈൽഡ് അഡ്വഞ്ചർ പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് 2ാം ഘട്ടത്തിലുള്ളത്. 3ാം ഘട്ടത്തിൽ വനശ്രീ ഇക്കോ ഷോപ്പ്, കഫ്റ്റീരിയ, ബോട്ട് ലാൻഡിംഗ് ഏരിയ എന്നിവയും വിഭാവനം ചെയ്യുന്നുണ്ട്. കുന്നംകുളം നഗരപരിധിയിൽ പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ അനധികൃതമായി സർവീസ് നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി. കുന്നംകുളം മേഖലയിലെ ആംബുലൻസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായാണ് നിവേദനം സമർപ്പിച്ചത്. പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ കുന്നംകുളം മേഖലയിൽ സർവീസ് നടത്തുന്നത് തർക്കങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ അതാത് പ്രദേശങ്ങളിലെ ആംബുലൻസുകൾക്ക് മുൻഗണന നൽകാറുണ്ട്. സമാനമായ രീതിയിൽ കുന്നംകുളത്തും പ്രാദേശിക സർവീസുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കുന്നംകുളം
RC ഉടമസ്ഥതയിലുള്ള ആംബുലൻസുകൾക്ക് നഗരത്തിൽ മുൻഗണനയും പാർക്കിംഗ് സൌകര്യവും ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. 14ഓളം ആംബുലൻസ് ജീവനക്കാർ ഒപ്പിട്ട നിവേദനം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശിന് കൈമാറി. KA അസീസ്, ജിബിറ്റ് മണ്ഡലത്തിങ്കൽ, അബ്ദുൾ റസാഖ്, റിജി, ക്ലിന്റൺ, രാകേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ടു പറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് കാണിക്ക പണം കവർന്നിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിഴപ്പള്ളി വഴി അകത്ത് കടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുന്നിൽ വെച്ചിരുന്ന ഭണ്ഡാരം എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിരുന്നു. 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിനിടെയാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ദീപാരാധനയ്ക്ക് ശേഷം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തി. ശേഷം അത്താഴപൂജ, ശ്രീഭൂതബലി, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവയും നടന്നു. മാർച്ച് 8-ന് പള്ളിവേട്ടയും 9-ന് ആറാട്ടും നടക്കും. ഈ 2 ദിവസങ്ങളിലും ഗുരുവായൂരപ്പൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളും. ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. ബാലുവും കൃഷ്ണനാരായണനും തൊട്ടുപുറകിലെത്തി. 2ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. നേരത്തെ 2022-ലാണ് ജേതാവായത്. ഓട്ടം തുടങ്ങുമ്പോൾ മുന്നിലായിരുന്ന കൊമ്പൻ ബാലുവിനെ രവികൃഷ്ണൻ മറികടക്കുകയായിരുന്നു. ഗോപുരം കടന്ന രവികൃഷ്ണൻ ക്ഷേത്രത്തിനുള്ളിൽ 7 പ്രദക്ഷിണം പൂർത്തിയാക്കി. ഗുരുവായൂരപ്പനെ വണങ്ങിയതോടെ ആനയോട്ടത്തിന്റെ ചടങ്ങ് പൂർത്തീകരിച്ചു. വിജയിയായ രവികൃഷ്ണനെ നിറപറ വെച്ച് പാരമ്പര്യ അവകാശം സ്വീകരിച്ചു. 46 വയസ്സുള്ള രവികൃഷ്ണനെ 2003 ജൂൺ 25-ന് പാലക്കാട് തൃത്താല സ്വദേശി ശിവശങ്കരൻ എന്ന ഭക്തനാണ് ഗുരുവായൂരപ്പന് മുമ്പിൽ നടയിരുത്തിയത്. ആനയോട്ടത്തിൽ വിജയിയായ രവികൃഷ്ണന് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക പരിഗണനയാണ്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് രവികൃഷ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റത്. വാർഷിക പദ്ധതികൾക്കും വികസന നിർദ്ദേശങ്ങൾക്കും കുന്നംകുളം നഗരസഭാ കൌൺസിലിന്റെ അംഗീകാരം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റും ആക്ഷൻ പ്ലാനും കൌൺസിൽ അംഗീകരിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 1,54,840 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പദ്ധതിക്ക് കീഴിൽ മികച്ച സേവനം കാഴ്ചവെച്ച കരാർ ജീവനക്കാരുടെ കാലാവധി 1 വർഷത്തേക്ക് ദീർഘിപ്പിക്കാനും തീരുമാനമായി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ T സോമശേഖരൻ, ആർഷ ജിജു, മിനി മോൺസി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ടൌൺ സൌന്ദര്യവൽക്കരണത്തിനുള്ള 2.5 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ AC മൊയ്തീൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിലെ ഗ്രാമീണ വായനശാല മുതൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വരെ 1 കിലോമീറ്ററോളം ദൂരമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
കോടാലി ടൌണിലെയും പരിസര പ്രദേശത്തെയും വൈദ്യുതി സ്തംഭനത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രശ്നപരിഹാരത്തിനായി കോടാലിയിലേക്ക് പുതിയ ഫീഡർ ലൈൻ സ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പി ജി രഞ്ജിമോൻ, ടി എം ഉമേഷ് ബാബു, സാബു പോക്കാക്കില്ലത്ത്, സി പി ഉണ്ണികൃഷ്ണൻ, ഷാജഹാൻ, സതീഷ്, ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ഡിസിസി സെക്രട്ടറി വി കെ രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ഡിസിസി സെക്രട്ടറി പി എസ് സുനീഷ്, ബ്ലോക്ക് സെക്രട്ടറി എം എച്ച് നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എൻ വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് അറിയിച്ചു. 3 തവണ ടെൻഡർ നടപടികൾ നടത്തേണ്ടി വന്നതാണ് നിർമ്മാണ പ്രവൃത്തികൾ വൈകാൻ കാരണം. ഹമീദ് ഖാൻ എന്ന കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. മതിലകം പഞ്ചായത്ത് വികസന സെമിനാറും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പി പ്രസീദ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് പി എം ആൽഫ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എ ബിനേഷ്, ഹസീന റഷീദ്, പി എച്ച് നിയാസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി എസ് സജീവൻ, പഞ്ചായത്ത് അംഗം സുനിൽ പി മേനോൻ, സെക്രട്ടറി കെ എസ് രാമദാസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചാലക്കുടി മണ്ഡലത്തിൽ 1687 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി സനീഷ് കുമാർ ജോസഫ് എംഎൽഎ പറഞ്ഞു. കൊടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞതാണ് പ്രധാന നേട്ടം. മലയോര ഹൈവേ കടന്നുപോകുന്ന വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെ 80% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിലും പ്രത്യേക ശ്രദ്ധയൂന്നി മണ്ഡലത്തിലെ മിക്ക റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചതായും എംഎൽഎ പറഞ്ഞു. മുഖാമുഖം പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി ജി അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി കെ നൌഷാദ്, ട്രഷറർ ഡിനോ കൈനാടത്ത് എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് തേക്ക് തോട്ടത്തിൽ വീടും ഭൂമിയും നൽകണമെന്നാവശ്യപ്പെട്ട് കുടിൽ കെട്ടി സമരം നടത്തിവരുന്ന ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം മൂലമാണെന്ന് സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ആരോപിച്ചു. ആദിവാസികളുടെ ആവശ്യത്തോട് വനം വകുപ്പ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എംഎൽഎ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ ഈ വിഷയം ഉന്നയിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 27 കോടിയും പട്ടികജാതി മേഖലയ്ക്ക് 2 കോടി 20 ലക്ഷവും സേവന മേഖലയ്ക്ക് 2 കോടി 74 ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 94 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് സെക്രട്ടറി കെ മധുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി എച്ച് നിയാസ്, എ പി സ്നേഹലത, കെ എ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം സംവിധായകൻ ദീപക് ഡിയോൺ നിർവഹിച്ചു. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ സുഷിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട്, VR പ്രഭ, TP സോമൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചിത്രമായി ദീപക് ഡിയോണിന്റെ പ്രൈവറ്റ് എന്ന സിനിമ പ്രദർശിപ്പിച്ചു.
സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ അവാർഡ് ലഭിച്ച ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ ടി കെ അനിൽകുമാറിനെ ബിജെപി കൌൺസിലർമാർ ആദരിച്ചു. കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, പി എം കൃഷ്ണപ്രിയ എന്നിവർ പൊന്നാടയണിയിച്ചു. മഹിളാ മോർച്ച നേതാക്കളായ ജ്യോതി രവീന്ദ്രനാഥ്, സിന്ധു ബാബു, സ്വപ്ന അനിൽ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. കേരള പഴനി എന്നറിയപ്പെടുന്ന പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൂയ മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്രം സേവാസംഘം ഭരണസമിതി അംഗം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, ജനറൽ സെക്രട്ടറി ഷാജി മുരിയാടൻ, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി, സുരേഷ് പാട്ടത്തിൽ, സജീവ് അടിപ്പറമ്പിൽ, വിനോദ് കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. അന്തരിച്ച പ്രമുഖ ക്യാമറാമാൻ ഗിസ്റ്റോ ജോസിന്റെ സ്മരണയ്ക്കായി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കും. ഗിസ്റ്റോ ജോസിന്റെ സുഹൃത്ത് സംഘവും സ്റ്റോറി ഹബ് 7 സ്റ്റോറി ടെല്ലേഴ്സും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 2024-2025 വർഷങ്ങളിൽ നിർമ്മിച്ച 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുന്നത്. ഏപ്രിൽ 5-ന് ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ കുന്നംകുളത്ത് വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രകാശനം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. ഗിസ്റ്റോ ജോസ് സുഹൃത്ത് സംഘം രക്ഷാധികാരി ടി വി ജോൺസൺ, ചലച്ചിത്ര സംവിധായകരായ സാജൻ ആന്റണി, ഡോൺ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 20 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കല്ലൂർ പാലത്തുപറമ്പ് സ്വദേശി നങ്ങിണി വീട്ടിൽ ജോണിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1/2 ലിറ്റർ വീതമുള്ള 40 കുപ്പി മദ്യം പിടികൂടി. ഡ്രൈഡേയിലും അവധി ദിവസങ്ങളിലും അമിത വിലയ്ക്ക് മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ വത്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എ.പി. ജോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പി. പുഷ്പാങ്കദൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ഡകത്ത്, ജില്ലാ കമ്മിറ്റി അംഗം കെ.എ. അനീഫ, എ.സി. ശ്രീധരൻ, എം.ആർ. ഗോപൻ, എം.കെ. ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്തന്റെ കൃഷിയിടത്തിലെ പൊട്ടുവെള്ളരി വിളവെടുത്തു. പെരിഞ്ഞനം 3-ാം വാർഡിൽ 50 സെന്റ് വരുന്ന സ്ഥലത്താണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്തത്. ഇ.ടി. ടൈസൺ എം.എൽ.എ. വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സായിദ മുത്തുക്കോയത്തങ്ങൾ, കൃഷി ഓഫീസർ പി.എ. നാനു, കൃഷി അസിസ്റ്റന്റ് സ്വാതികൃഷ്ണ, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ. ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. താന്യം പഞ്ചായത്തിലെ ആര്യവീട്ടിൽ മണിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ ദേവചൈതന്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് പതാരത്ത് അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകാരി വാഹക് ബാലഗോപാൽ താക്കോൽ ദാനം നിർവഹിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരിയിൽ ഊരകം സ്വദേശി ശ്രീഹരിക്ക് 1ാം സ്ഥാനം. ചേന്തനാത്ത് വീട്ടിൽ രാജേഷിന്റെയും ശരണ്യയുടെയും മകനാണ് ശ്രീഹരി. വരവൂർ സ്വദേശി നിധുല 2ാം സ്ഥാനവും ചെങ്ങാലൂർ സ്വദേശി ആദിദേവ് ശങ്കർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് മാർച്ച് 24-ന് ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിക്കും. മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച് കെ. എസ്. പ്രതാപൻ സംവിധാനം ചെയ്യുന്ന തനുതുലാവണം എന്ന നാടകം ഞായറാഴ്ച വൈകിട്ട് സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ അരങ്ങേറും. എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ ബാനറിലാണ് നാടകം ഒരുക്കുന്നത്. സുധി വട്ടപ്പിന്നി, സുനിൽ സുഗത, രാംകുമാർ, കെ. ബി. ഹരി, സഞ്ജു മാധവ്, രാജൻ പുത്തറയ്ക്കൽ, സുരേഷ് മുട്ടത്തി തുടങ്ങി 20ഓളം കലാകാരന്മാരാണ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. നാടകത്തിന്റെ ഒരുക്കങ്ങൾ കിരാലൂരിലെ മാടമ്പ് മനയിൽ പൂർത്തിയായി. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസും ജില്ലാ പഞ്ചായത്തും ചേർന്ന് മേലഡൂർ സ്കൂളിൽ തിയേറ്റർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനാണ് 2 ദിവസത്തെ പരിശീലനം നടത്തിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 32 കുട്ടികൾ പങ്കെടുത്തു. തിയേറ്റർ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഇ.പി. രാജീവ് അധ്യക്ഷത വഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർ പി. മീര, പ്രധാനാധ്യാപിക ടി.കെ. സുജാത, ജൂനിയർ സൂപ്രണ്ട് ഷൈജു എന്നിവർ സംസാരിച്ചു.
കേരള ഗ്രാമീൺ ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. C രാജീവൻ, ജെറിൻ K ജോൺ, CP ഭാനുപ്രകാശ്, KS രവീന്ദ്രൻ, KM അച്യുതൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സീരിയൽ താരം സുസ്മിത, മെഡിക്കൽ ഓഫീസർ റൂസ്ലിൻ, ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് ഓഫീസർ ഡോക്ടർ സഞ്ജയ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട സുസ്മിത അവർക്ക് ഒരംഗമാവാൻ സാധിച്ചതിൽ കുറവുകളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രീതിയിലത്തെ ഒരു കഥയാണ്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ നിതീഷ് ചന്ദ്രൻ. രോഗി ബന്ധു സംഗമം ഒരു ഭാഗമായി കൂടാൻ സാധിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ വന്നത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പേരാമംഗലം മനപ്പടിയിൽ അജ്ഞാത വാഹനമിടിച്ച് കാട്ടുപന്നി ചത്തു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാട്ടുപന്നിയുടെ ജഡം നീക്കം ചെയ്യാതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. രാത്രികാലങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്ന പന്നികൾ വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ജിനേഷിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലടച്ചു. ഇയാൾക്കെതിരെ 3 തവണ കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI TV ഋഷിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,100 രൂപ, പവന് 1,20,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരള സ്റ്റോറി 2 സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിലും പ്രതിഷേധം. കുന്നംകുളത്തും നാട്ടികയിലും പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ. കൊല്ലൂരിൽ സിനിമയുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ച പ്രതിഷേധം. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ യുവാവിനെ ആന ആക്രമിച്ച സംഭവത്തിൽ 2 പാപ്പാന്മാർക്കെതിരെ കേസെടുത്തു. ആനയെ നിയന്ത്രിക്കുന്നതിൽ പാപ്പാന്മാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പോലീസ്. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കും തുടക്കം. വനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരപരിധിയിൽ പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ അനധികൃതമായി സർവീസ് നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി. അനധികൃത സർവീസുകൾ മൂലം തർക്കങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്നതായി പരാതിക്കാർ. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മോഷ്ടാക്കൾക്കായി അന്വേഷണം തുടരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.